ഈ ലോകത്ത് ഏറ്റവും അപകടകരമായ കാര്യം ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകുന്നതാകുമോ? 2011 ഫെബ്രുവരി 1 വൈകുന്നേരം ഒരു പാസഞ്ചർ ട്രെയിൻ പാളികളിലൂടെ ശബ്ദമില്ലാതെ കുതിക്കുന്നു. ആ ട്രെയിനിലെ ഒരു കോച്ചിൽ ഒരു പെൺകുട്ടി, പേര് സൗമ്യ. അവൾ ചിന്തിച്ചത് വീട്ടിനെക്കുറിച്ച് മാത്രമാണ്, അമ്മയെക്കുറിച്ച്, നാളെയെക്കുറിച്ച്. പക്ഷേ ഈ യാത്ര അവളുടെ ജീവിതത്തിലെ അവസാന യാത്രയാകുമെന്ന് അവൾക്കറിയില്ല. കോച്ചിലെ വെളിച്ചം മങ്ങുന്നു. ഒരു നിഴൽ പതിയെ അവളുടെ അടുത്തേക്ക്. അപരിചിതൻ, വാക്കുകളില്ല, മുഖത്ത് അന്യമായ ശാന്തത. ട്രെയിൻ കുതിക്കുന്നു, ഹൃദയം അതിലും വേഗത്തിൽ. ഒരു നിമിഷം, ഒരു പിഴവ്, ഒരു തള്ള്. സൗമ്യ ട്രെയിനിൽ നിന്ന് ഇരുട്ടിലേക്ക് വീഴുന്നു. പക്ഷേ അവൾ പിന്നിലായി. ശരീരം തകർന്നിട്ടും അവൾ ജീവിച്ചിരുന്നു. ഇരുട്ടിൽ, വേദനയിൽ, ജീവിക്കാനായി പോരാടുന്ന അവൾ. സമയം കടന്നുപോകുന്നു, ട്രെയിനുകൾ കടന്നുപോകുന്നു. പക്ഷേ ഒരാളും അറിയുന്നില്ല അവിടെ. ഒരു പെൺകുട്ടി ജീവൻ പിടിച്ചു നിൽക്കുകയാണ്. ആശുപത്രി, വെളിച്ചമുള്ള മുറി, മെഷീനുകളുടെ ശബ്ദം. ഡോക്ടർമാർ ശ്രമിക്കുന്നു, കേരളം പ്രാർത്ഥിക്കുന്നു. ഫെബ്രുവരി 6 ഒരു ഹൃദയം നിൽക്കുന്നു. പക്ഷേ ഒരു ചോദ്യം തുടങ്ങുന്നു. എന്തുകൊണ്ട് അവൾ സുരക്ഷിതയല്ലായിരുന്നു? ഇന്ന് രാത്രി ട്രെയിൻ കുതിക്കുമ്പോൾ പാളങ്ങളോട് ചേർന്ന് ഒരു ചോദ്യം ഓടിക്കൊണ്ടിരിക്കുന്നു. ഒരു പെൺകുട്ടി വീട്ടിലേക്ക് പോകുമ്പോൾ ഭയം തോന്നേണ്ടി വരുന്നത് ആരാണ് ഉത്തരവാദി? സൗമ്യ പോയി, പക്ഷേ അവളുടെ ചോദ്യം ഇനിയും ബാക്കിയുണ്ട്.